ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് വർക്കാണ്. സോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുക്കാം. 2 ത്രെഡ് വെച്ചിട്ട് എടുക്കാം. 2 ഇഴ കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 ഇഴ എടുക്കുന്നത്. എന്നിട്ട് മേളിൽ കുത്തുക, താഴേക്ക് എടുക്കുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ റൈറ്റിലേക്ക്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സിൽക്ക് ത്രെഡാണ്. പിന്നെ ലെഫ്റ്റിലേക്ക് പിന്നെ നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ താഴെ നിന്ന് സ്റ്റിച്ച് എടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ വർക്കും കഴിഞ്ഞ് ലോക്ക് സ്റ്റിച്ചൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ മിഡിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് ഇതുപോലത്തെ ബോൾസ്, ഇത് ചെറുതും വലുതും നിങ്ങൾക്ക് എങ്ങനെയാണോ അവൈലബിൾ അതനുസരിച്ച് എടുക്കുക. ചെറുതും എടുക്കുക, വലുതും എടുക്കുക. ഇതിനകത്തൂടെ ഈ ബോളിനകത്തൂടെ നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കാം, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കാൻ. അതിനുശേഷം നമുക്ക് ഈ ത്രെഡിനെ ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മെയിനായിട്ട് നമ്മുടെ കുർത്തിയിലൊക്കെ ഈ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like and subscribe my YouTube. God bless you all.